ഹായ് ഫ്രണ്ട്സ്, ടെക്നോഗൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രജ്വൽ, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർഗാനിക് സംയുക്തയുടെ നാമകരണവും ഐസോമറിസവും എന്ന 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് റിവിഷൻ ആയിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഓർഗാനിക് സംയുക്തങ്ങൾ നെയിമിംഗ് ചെയ്യുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പാരൻ്റൽ ചെയിനും അതേപോലെ ബ്രാഞ്ച് ചെയിനും. അപ്പോൾ നമുക്കറിയാം, പാരൻ്റൽ ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആൽക്കെയിൻസ് ആണ്. അതേപോലെ ബ്രാഞ്ച് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആൽക്കൈൽസ് ആണ്. അപ്പോൾ ആൽക്കൈൽസ് എന്താണ്, ആൽക്കെയിൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് ഒരു ആൽക്കെയിൽ, എന്താണ് ഒരു ആൽക്കെയിൻ എന്നാണ് അത് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ്സ്, അതായത് ബ്രാഞ്ചസ് നിർമ്മിക്കാനുള്ള ഗ്രൂപ്പ് മാത്രമാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഇറ്റ് ഓൺലി കണ്ടെയ്ൻസ് 3 ഹൈഡ്രജൻ ആറ്റംസ്. അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സിന് 3 ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രമേ അറ്റ് എ ടൈം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റൂ. അതായത് ഒരു കാർബണിലേക്ക് 3 ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ദീസ് ആർ നോട്ട് മെയിൻ ചെയിൻ ഗ്രൂപ്പ്സ്, അതായത് ഇതിന് പാരൻ്റൽ ചെയിൻ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ഓൺലി അറ്റാച്ച് വിത്ത് ആൽക്കെയിൻ ഗ്രൂപ്പ്സ്, അതായത് ഇതിന് ആൽക്കെയിൻ ഗ്രൂപ്പ്സിനൊന്നിച്ച് മാത്രമേ ഇതിനെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ദിസ് ആർ ഹൈഡ്രോകാർബൺസ് ഫ്രം ആൽക്കീൻസ് ബൈ റിമൂവൽ ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. അതായത് ആൽക്കെയിൻസിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്തിട്ടാണ് ഇവരെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ മെയിനായി ഡിനോട്ട് ചെയ്യുന്നത് CH3 എന്ന എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. അതുപോലെ ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് CH3 മീഥൈൽ ഗ്രൂപ്പാണ്. ഇവിടെ ഞാനൊരു മീഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇനി നമുക്ക് ആൽക്കെയിൻ ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. ആൽക്കെയിൻ ഗ്രൂപ്പ്സ്, ദ ഗ്രൂപ്പ്സ് ഹൂ ക്രിയേറ്റ്സ് ദി പാരൻ്റൽ ചെയിൻ. അതായത് പാരൻ്റൽ ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെയാണ് ആൽക്കെയിൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആൽക്കൈൽ അറ്റാച്ചസ് വിത്ത് ദിസ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ആൽക്കൈൽ ഈ ഗ്രൂപ്പിനോടൊപ്പമാണ് അറ്റാച്ച് ചെയ്തിരിക്കുക. അതായത് മീഥൈൽ ഈഥേൻ എന്ന് പറയുന്നത് ഒരു സംയുക്തമാണ്. അതിൽ മീഥൈൽ എന്ന് പറയുന്നത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പും അതേപോലെ മീഥേൻ അഥവാ ഈഥേൻ എന്ന് പറയുന്നത് ഒരു ആൽക്കെയിൻ ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ YL, അതായത് ലാസ്റ്റ് പേരിൻ്റെ കൂടെ മീത്ത്, ഇവിടെ കൊടുത്തിരിക്കേണ്ട മീത്തിൻ്റെ കൂടെ ലാസ്റ്റ് YL, ഈ YL വരുമ്പോൾ ഇത് ആൽക്കൈൽ ഗ്രൂപ്പും അതേപോലെ ANE ഗ്രൂപ്പ് വരുമ്പോൾ സമയത്ത് ഇത് അതായത് ആൽക്കെയിൻ ഗ്രൂപ്പും ആയി കൺസിഡർ ചെയ്യപ്പെടുന്നു. അതുപോലെ ഇറ്റ് കണ്ടെയ്ൻസ് 4 ഹൈഡ്രജൻ ആറ്റം വിത്ത് 1 കാർബൺ ആറ്റം. അതായത് ഒരു കാർബൺ ആറ്റത്തിന് 4 ഹൈഡ്രജൻ ആറ്റമാണ് ആൽക്കെയിൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതായത് ഒരു കാർബൺ 4 ഹൈഡ്രജനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഒരു ആൽക്കെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുക CH4 എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മളിത് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് CH4, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മീത്തേൻ ആണ്. മീത്തേൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഈ മീത്ത് ഇവിടെയുണ്ട്, മീത്ത് ഇത് YL ആണ്, ഇവിടെ ANE ആണ്. അപ്പോൾ ഈ 2 അക്ഷരം മാറുന്നതോടെയാണ് ഈ കോമ്പൗണ്ട് തന്നെ മാറുന്നത്. അപ്പോൾ ഈ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ലെറ്റേഴ്സ് പോലും മാറാതെ ആയിരിക്കണം നമ്മൾ എഴുതുമ്പോൾ, നെയിമിംഗ് ചെയ്യുമ്പോൾ ഒരു ലെറ്റേഴ്സ് പോലും മാറാതെ ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ 10 പേരുകൾ, ഇതല്ലാതെ ഇനിയും 10 പേരുകൾ കൂടിയുണ്ട്. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, അത് നിങ്ങളിനി ഉയർന്ന ക്ലാസ്സിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോർമലായി ഈ 10 പേരുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, ഒക്ടൈൻ, നോണൈൻ, ഡെക്കൈൻ. അതേപോലെ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെൻറ്റൈൽ, ഹെക്സൈൽ, ഹെപ്റ്റൈൽ, ഒക്ടൈൽ, നോണൈൽ, ഡെക്കൈൻ. എളുപ്പമാണ്. അത് ഈ ഒരു രീതിക്കാണ് പഠിച്ചു വെക്കേണ്ടത്. മീഥൈൽ, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക് എന്ന് ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ അവസാനം ANEയും YLഉം ചേർത്താൽ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി മീത്, ഈത്, പ്രോപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക് എന്ന രീതിയിൽ തന്നെ
പഠിക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ഏറ്റവും അധികം നെയിമിംഗ് റിയാക്ഷൻ ചോദിക്കുന്നതും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെയിമിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പറിനെ ആസ്പദമാക്കിയാണ് നെയിമിംഗ് ചെയ്യൽ. അതായത് ഏറ്റവും വലിയ ചെയിൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും. അതായത് ഇതുകൊണ്ട് ഇവിടെ കാണുന്ന പോലെ ഈ ചെയിൻ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും. ഈ ചെയിൻ കൺസിഡർ ചെയ്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിനെയും കൂടി നമുക്ക് കൺസിഡർ ചെയ്യണം. പക്ഷേ കൺസിഡർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിനെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ചെയിനിലായിരിക്കണം നമുക്ക് ആൽക്കൈൽ കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കാം. ഇവിടെ നോക്കൂ, 1 2 3 4. ഇവിടെ ലോങ്ങസ്റ്റ് ചെയിന് ഇതാണ്. ഇവിടെ 4 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ്സ്റ്റ് ചെയിനാണ്. ഇതിൽ മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ ഇവിടെ വേറൊരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബാക്ക് നിന്നാണ് നമ്പറിങ് ചെയ്തിട്ടുള്ളത് 1 2 3 4. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഈ കാർബൺ മുതൽ ഇവിടുന്ന് മുതൽ 1 2 3 4 ഇങ്ങനെ നിങ്ങൾക്ക് നമ്പർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ 1 2 3 4 താഴത്തെ കാർബണിലേക്ക്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ മാർക്കർ എടുത്തിട്ട് ഒന്നുകൂടി ചെയ്ത് പോകണേ. ഇവിടെ 1, അതേപോലെ 2 3 4 ഇങ്ങനെ കൊടുത്തതുപോലെ തന്നെ നമുക്ക് തിരിച്ചും കൊടുക്കാം. 1 2 3 4. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ചെയിനിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത് നോക്കേണ്ടത്. അതേപോലെ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിനിൽ നമ്മൾ എപ്പോഴും ഇത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്പറിങ് ചെയ്യുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിനിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ചെയിനിലേക്ക് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴേ നെയിമിംഗ് ചെയ്യുമ്പോൾ എളുപ്പമാവത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ CH3 നേരത്തെ പറഞ്ഞ പോലെ മീഥൈൽ, അതേപോലെ CH2 CH3 ആണെങ്കിൽ ഈഥൈൽ, അതേപോലെ പ്രൊപ്പൈൽ CH2 CH2 CH3 ഇതാണ് നമ്മുടെ ആൽക്കൈൽ മെയിനായിട്ട് വരുന്നത്. അതേപോലെ ഇതിന് ശേഷം ഇനി ബ്യൂട്ടൈൽ, പെൻറ്റൈൽ, ഹെക്സൈൽ, ഹെപ്റ്റൈൽ, ഒക്ടൈൽ, നൊണ്ണൈൽ, ഡക്ടൈൽ ഇത് ഇത്രയും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ നെയിം അതായത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ നെയിമിംഗ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായി ആദ്യം ഞാൻ ചെയ്യുന്നത്, നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ നമ്പറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് 1 2 3 4 5. ഇവിടെ 5 കാർബൺ ആറ്റങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ 1 അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് നമ്പർ ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3 4 5. ഇതിപ്പോൾ നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. ഇങ്ങനെ നമ്പർ ചെയ്താലും ഇങ്ങനെ നമ്പർ ചെയ്താലും രണ്ടും ഒരേപോലെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ചെയിനിനെ ആസ്പദമാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ സമയത്ത് 1 2 3 4 5 ഇത് ലോങ് ചെയിനിൽ 4-ാം സ്ഥാനമാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ നമ്പർ മായ്ച്ചെടുത്തിട്ട് ഓക്കെ, അതിൻ്റെ നമ്പറൊക്കെ നമുക്കൊന്ന് മായ്ച്ചെടുത്തിട്ട് രണ്ടാമത് റീനമ്പറിങ് ചെയ്യാം. അപ്പോൾ റീനമ്പറിങ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് റീനമ്പറിങ് ചെയ്യാം. അപ്പോൾ റേസറായിരുന്നു എടുത്തത്. ഓക്കെ, 1 2 3 4 5. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ചെയിനിലാണ് നമ്മുടെ എന്താ പറയുക ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന കോളത്തിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എത്രയാണ്? 1 2 3 4 5 5. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ നമ്മൾ ഇവിടെ 5 എന്ന് രേഖപ്പെടുത്തും.
നമ്മളിവിടെ 5 എന്ന് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ പദമൂലം. എന്നിട്ട് നമ്മളിവിടെ ഇനി കൊടുക്കാൻ പോകുന്നത് പദമൂലം അഥവാ വേർഡ് റൂട്ട്. ഇവിടെ വേർഡ് റൂട്ടിൽ വരുന്നത് നമ്മളിവിടെ ആദ്യം പഠിച്ച സംഭവമാണ്. അതായത് അവിടെ നമ്മൾ 5 കാർബൺ ഐറ്റമാണ് കണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് പെൻഡാണ്. ഈ പെൻഡ് ബെൻഡല്ല, ഇവിടെ പെൻഡാണ് ശരിക്കും വരേണ്ടത്. ബെൻഡ് തെറ്റി വന്നതാണ്. ഓക്കെ, പെൻഡ്. ഓക്കെ, ഈ പെൻഡ് എന്നുള്ള വേർഡാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പെൻഡ്. ഓക്കെ, അതുപോലെ തന്നെ പിൻ പ്രത്യയം, അതായത് ഈൻ, ഐൽ അങ്ങനെ വരുന്ന സംഭവമാണ് പിൻ പ്രത്യയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ANE ആണ് പിൻ പ്രത്യയം. അതായത് അതായത് പിൻ പ്രത്യയം അഥവാ സഫിക്സ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി പിൻ പ്രത്യയം കൊടുക്കാൻ പോകുന്നത് ANE എന്ന വേർഡ് ഉപയോഗിച്ചാണ്. ANE ഇതാണ് നമ്മുടെ പിൻ പ്രത്യയം. അതായത് ഈൻ എന്ന് ആയിരിക്കണം നമുക്ക് വരേണ്ടത്. ഇവിടെ ശാഖയായി വരുന്ന ആൽക്കലി ഗ്രൂപ്പിൻ്റെ പേര്, അതായത് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ പേരാണ് ചോദിക്കുന്നുള്ളത്. ഇതൊരു മിഥൈൽ ഗ്രൂപ്പാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു മിഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കും, മിഥൈൽ എന്ന് എഴുതി കൊടുക്കും. അതായത് നെക്സ്റ്റ് ഉള്ളത് ശാഖയുടെ സ്ഥാനം. നമ്മൾ ബാക്കോട്ടേക്ക് നമ്പർ ഇടുന്ന സമയത്ത് ഇത് 2ാം സ്ഥാനത്താണ് വരുന്നുള്ളത്. അപ്പോൾ 2ാം സ്ഥാനത്ത് നിന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റായി വരുന്നത് നോക്കും, 2-മീഥൈൽ പെൻഡെയ്ൻ. അതില്ലേ പെൻഡെയ്ൻ 5 സ്ഥാനത്താകുമ്പോൾ പെൻഡെയ്ൻ. അതേപോലെ ശാഖയുടെ സ്ഥാനം 2 ഇവിടെ. അപ്പോൾ എപ്പോഴും ശാഖയുടെ സ്ഥാനം എഴുതിയ ശേഷം ഒരു ഹൈഫൺ ഇട്ടിട്ട് വേണം അടുത്ത വാക്യം നമ്മൾ എഴുതാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, IUPAC നാമം 2-മീഥൈൽ പെൻഡെയ്ൻ എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റിലുള്ള ഒരു വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വർക്ക് നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റിലുള്ളതാണ്. ഈ വർക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ആണല്ലേ നോക്കാം. അപ്പോൾ 1 2 3 4 5 6 ഇവിടെ മൊത്തത്തിൽ 6 കാർബൺ ആറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6 കാർബൺ ആറ്റംസ്. അപ്പോൾ നമുക്ക് ഓരോന്നിനായി നമ്പർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലോങ് ചെയിൻ ആണ്. ഇതാണ് നമ്മുടെ ലോങ് ചെയിൻ. ഈ ലോങ് ചെയിനിൽ 2ാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, അതായത് നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഇതുകൊണ്ട് 6 കാർബൺ ആറ്റംസ്. അതേപോലെ ശാഖയുടെ പേര്, മീഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CH3 അതായത് മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, ശാഖയുടെ സ്ഥാനം ഇവിടെ നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് ഈ ശാഖ വന്ന് നിൽക്കുന്നത്. അപ്പോൾ 2. അതേപോലെ IUPAC നാമം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ താഴെ കാണിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ ഉണ്ട് IUPAC നെയും 2-മീഥൈൽ ഹെക്സെയിൻ. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നായിരുന്നു 6 എന്ന് പറയുമ്പോൾ മീത്, ഈത്, പ്രോപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് ഹെക്സീൻ. അപ്പോൾ ഇവിടെ ഹെക്സൈൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക. അതുപോലെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് മീഥൈൽ. അതുപോലെ തന്നെ 2ാമത്തെ പൊസിഷനിലാണ് ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2-മീഥൈൽ ഹെക്സൈൻ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യം എന്താ വെച്ചാൽ 2 എഴുതിയതിനു ശേഷം ഒരു ഹൈഫൺ ഇട്ട് ഒന്നിച്ചായിരിക്കണം പേര് എഴുതുക. ഇതുപോലെ മീഥൈൽ ഹെക്സൈൻ എന്നുള്ള പേര് നമ്മൾ ഒരിക്കലും മാറ്റി എഴുതാൻ പാടില്ല. 2ഉം ഒന്നിച്ച് തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളം മീഡിയത്തിന് പിന്നെയും പ്രശ്നമില്ല. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ ഇതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടി വരും.
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാർബൺ ആറ്റം നോക്കാം. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് പാരൻ്റൽ ചെയിനിൽ 4 കാർബൺ ആറ്റം. അപ്പോൾ 1 2 3 4 ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ചെയിനിലാണ് ഈ ഒരു കാർബൺ ആറ്റം മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത് മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് പിൻവശത്ത് നിന്നും എതിർവശത്തിലേക്ക് നമ്പർ ചെയ്ത ശേഷം ആ ഒരു ചെയിനായിരിക്കും നമ്മൾ നെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. കാരണം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചെയിനിൽ ഏറ്റവും ചെറിയ സ്ഥാനത്താണ് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ഓക്കെ, നീളം കൂടിയ കാർബൺ ചെയിനിലെ ആറ്റങ്ങളുടെ എണ്ണം, അതായത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4. ഇതുകൊണ്ട് 1 2 3 4 4 ആറ്റമാണ് നീളം കൂടിയ ചെയിനിലുള്ളത്. അതുപോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണ്. മീഥൈൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനമോ രണ്ടാമത്തെ സ്ഥാനം. ഇതുകൊണ്ട് ഇവിടെയാണ് നമ്മളെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ നെയിമിങ്ങിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്പർ ചെയ്തിരിക്കും നമ്മൾ നെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് 2 മീഥൈൽ ബ്യൂട്ടൈൻ, അതായത് 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം വരുന്ന സമയത്ത് അത് ബ്യൂട്ടൈൻ എന്നാണ് അതിന് പേര് കൊടുക്കുക. ഇതവിടെ ബ്യൂട്ടൈൻ. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ചെയിന് എന്താണ് മീഥൈൽ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ നെയിമായി വരിക 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് തന്നെയായിരിക്കും. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ CH2CH3. ഇതെന്താപ്പാ CH2CH3? ഓക്കെ, CH2CH3 എന്ന് പറയുന്ന സമയത്ത് അത് മീഥൈൽ അല്ല, അത് ഈഥൈലായി മാറി. CH3 മാത്രമാണെങ്കിൽ അത് മീഥൈലും, അതേപോലെ CH2CH3 ആണെങ്കിൽ അത് ഈഥൈൽ എന്ന കോമ്പൗണ്ട് ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നെയിമിങ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. ഓക്കെ, ഇതിന് നെയിം ചെയ്യുന്ന സമയത്ത് മുമ്പ് ചെയ്ത പോലെ തന്നെ ഏറ്റവും ലോങ് ചെയിൻ നമ്മൾ ആദ്യം നോക്കാൻ പോവുകയാണ്. 1 2 3 4 5 നമ്മൾ 5 കാർബൺ ആറ്റം ഇവിടെ കണ്ടു. അതുപോലെ തന്നെ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 എണ്ണേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മൾ റിപ്പീറ്റ് ഇതുപോലെ ചെയ്താലും ഇവിടെ 4 എണ്ണേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ലോങ് ചെയിന് ഈ മുകളിൽ കാണുന്ന ഇത് തന്നെയാണ് നമ്മുടെ ലോങ് ചെയിൻ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കറക്റ്റായ രീതിക്ക് നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ 1 2 3 4 and 5 ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ 1 2 3 4 നാലാമത്തെ ഗ്രൂപ്പും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കുള്ള നമ്പർ വൈസാണ് നമ്മൾ ഇതെടുക്കാൻ പോകുന്നത്. അതായത് ഇതുപോലെ ഈ ഒരു നമ്പർ ബേസിക്കിലാണ് നമ്മൾ ഇതിൻ്റെ നെയിമിങ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു നമ്പർ ബേസിക്കിലാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാർബൺ ചെയിനിലേക്കാണ് നമ്മുടെ ഇഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരെന്ത് വരും എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. എത്ര കാർബൺ ആറ്റം? 5 കാർബൺ ആറ്റം. അതേപോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെയിന് ഇഥൈൽ. അതുപോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥാനം 2. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേര് നമുക്ക് ഇനി പ്രിഡിക്റ്റ് ചെയ്യാവുന്നതാണ്. 5 കാർബൺ ആറ്റം. 5 കാർബൺ ആറ്റം പറയുമ്പോൾ പെൻറ്റ്, അതായത് പെൻറ്റ് എയിനായിരിക്കും. അപ്പോൾ ഇത് ഉറപ്പായിരിക്കും ഇനി പെൻറ്റെയിൻ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥാനം 2. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൽ. അപ്പോൾ 2 ഈഥൈൽ പെൻറ്റെയിൻ എന്നായിരിക്കും ഈ ഗ്രൂപ്പിൻ്റെ പേര്. അതായത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് 2 ഈഥൈൽ പെൻറ്റെയിൻ. ബിക്കോസ്
ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ചെയിനിലും അതേപോലെ തന്നെ ഈഥൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതൊരു പെൻറ്റെയിൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 5 കാർബണുള്ള ഒരു ആറ്റം, അതായത് പെൻറ്റെയിൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തോന്നും, പക്ഷേ ഏറ്റവും സിമ്പിളായ സാധനമാണിത്. ഇനി ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നാലാമത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഈഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, മീഥൈൽ അല്ല, ഇതൊരു ഈഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നെയിമിങ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും, ഇത് നല്ല നേരെ താഴോട്ടേക്കാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ചിലവർക്കെങ്കിലും കൺഫ്യൂഷൻ വരും. ആ സമയത്ത് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നടുവിലേക്കാണ്, അതായത് നടുവിലുള്ള CH അതായത് കാർബൺ ആറ്റത്തിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് 3 വശത്തേക്കും ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും അതുപോലെ തന്നെ ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും എല്ലാം സെയിമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിന് നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പോൾ 1 2 3 4 ആൻഡ് 5. അതുപോലെ തന്നെ 1 2 3 4 ആൻഡ് 5. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പോവാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നിന്ന് നമ്പറിങ് ചെയ്യാം. 1 2 3 4 ആൻഡ് 5. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ, അതായത് നമ്മുടെ മൂന്നാമത്തെ കാർബൺ ആറ്റമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ഒന്ന് കിട്ടി, അതായത് നമ്മുടെ ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ 3 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനിയപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിലെത്ര ആറ്റങ്ങൾ, അതായത് കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ 1 2 3 4 ആൻഡ് 5. ഓക്കെ, ഇതിൽ 5 കാർബൺ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെയിൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഈഥൈൽ ചെയിൻ. ഓക്കെ, ഈഥൈൽ ചെയിനാണ് ഇതിനൊന്നിച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലായി, ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5 ആണ്. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെയിൻ ഈഥൈലാണ്. അതുപോലെ 3-ാം സ്ഥാനത്താണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് വരാൻ പോകുന്നത് 3 ഈഥൈൽ പെൻറ്റെയിൻ. അതായത് 3 എന്ന് പറയുന്നത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥാനം, ഹൈഫൺ, അതുപോലെ ഈഥൈൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്, അതുപോലെ പെൻറ്റെയിൻ അതായത് നമ്മുടെ ആൽക്കെയിൻ ഗ്രൂപ്പിൻ്റെ പേരാണ് ഈ പെൻറ്റെയിൻ എന്നുള്ളത്. അതായത് 5 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം പെൻറ്റെയിൻ. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ നല്ല രീതിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നെന്തൊക്കെ പഠിച്ചതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് നമ്മുടെ IUPAC നെയിം ചെയ്യുന്നതിനുള്ള മെയിനായിട്ടുള്ള നെയിമിംഗ് മെത്തേഡ്സാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ആ മെയിനായിട്ടുള്ള നെയിമിംഗ് മെത്തേഡ്സിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് ആൽക്കെയിൻ ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെൻറ്റൈൽ, ഹെക്സൈൽ, ഹെപ്റ്റൈൽ, ഒക്ടൈൽ, നോണൈൽ, ഡെക്കൈൽ. അതായത് ഈത്, പ്രോപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നോൺ, ഡെക്ക്. ഈ ഒരു കോമ്പിനേഷൻ, നെയിമിംഗ് കോമ്പിനേഷൻ പഠിച്ചു. അതായത് CH3 വന്നാൽ മീതാണ്, CH2 വന്നാൽ അത് ഈതാണ്, അതേപോലെ CH2 വന്നാൽ അത് പ്രോപ്പാണ്, പ്രൊപ്പൈനാണ്. അതുപോലത്തെ കാര്യങ്ങൾ, അതായത് എത്ര കാർബൺ ആറ്റം, അതായത് 3 കാർബൺ ആറ്റം വന്നാൽ എന്താണ്, 4 കാർബൺ ആറ്റം വന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ നെയിമിംഗ് ചെയ്യുന്ന രീതി പഠിച്ചു. അതായത് നമ്പറിങ്, അതായത് എങ്ങനെയൊക്കെ നമുക്ക് നമ്പർ ചെയ്തിട്ട് നെയിമിംഗ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു വർക്കൗട്ടും ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു വർക്കൗട്ട് ഷീറ്റാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്താലുണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് മെയിനായിട്ടുള്ള എക്സാമിന് വരുന്ന മേജർ ക്വസ്റ്റ്യൻസും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ എങ്ങനെ ടഫിലിടാവുന്നവരായിരിക്കും നോക്കുന്നത്. അപ്പോൾ ആ ടഫ് നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇത് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നാളെ കാണാം. സൈനിങ് ഔട്ട് ബൈ പ്രജ്വൽ.